ചേട്ടാ ഹലോ ചേട്ടാ ഹലോ ഹലോ അല്ല ഇവിടെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനേ എനിക്ക് കാണാവുന്ന ദൂരത്തുണ്ട് ആള്. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്താ കേട്ടോ, സംസാരിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ എങ്ങനെയായാലും ഞാൻ സമ്മതിപ്പിക്കും, ഉറപ്പായിട്ടും. പിന്നെ ആളിവിടെ ഉണ്ട്. ഞാൻ പിന്നെ കൊടുക്കാം. ആദ്യം സംസാരിക്കട്ടെ. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. ഷാജു, എനിക്കറിയാം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? അജയൻ വടയേക്കാട്. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ ക്ഷേത്രത്തിൽ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സാറ് പണ്ട് ക്യാമറയൊക്കെ ചെയ്യാൻ പോകത്തില്ലായിരുന്നോ? പിന്നെ എനിക്കറിയാം, ഞാനിപ്പോ ഓർക്കുന്നുണ്ടായിരുന്നു. അതല്ല, ഷാജുവിന് ഞാൻ പരിപാടി തന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തന്നിട്ടില്ല. ഭാഗ്യം. ഞാനേ ഈ പരിപാടിയൊക്കെ കൊടുക്കുന്ന ആളാ, വടയേക്കാട്ട് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരനാണ്. അപ്പൊ ഞാനിവിടെ വന്നതേ, ഞങ്ങളുടെ ക്ഷേത്രത്തില് 8ാം ഉത്സവത്തിനൊരു ഡാൻസ് വേണം. കഴിഞ്ഞ വർഷം വന്നത് ശോഭനയാ, അതിന്റെ മുമ്പത്തെ വർഷം ലക്ഷ്മി ഗോപാലസ്വാമി, അതിന്റെ മുമ്പത്തെ വർഷം മേതിൽ ദേവിക, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നത്. അപ്പൊ ഇപ്രാവശ്യം ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോ നമ്മൾക്ക് തെളിഞ്ഞു വന്നത് ഡയാനയുടെ ഡാൻസ് വേണമെന്നാ. അപ്പൊ ഡയാനയിൽ ഒഴിവുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവപ്രശ്നമൊക്കെ വെച്ചിട്ടാണോ നിങ്ങളവിടെ ആരുടെ ഡാൻസ് വേണോന്നൊക്കെ തീരുമാനിക്കുന്നത്? അതല്ല, അതിന്റെ ഒരു ഗുട്ടൻസ് അതല്ല. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒരുപാട് ആൾക്കാർ വന്നു, ഫേമസ് ആൾക്കാരല്ലേ, നിലം തൊടാത്ത ആൾക്കാർ, നിറച്ച ആൾക്കാര്. അപ്പൊ ഈ ആൾക്കാർ വന്നപ്പോ ഉന്തും തള്ളും ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോ പോലീസ് അധികാരികൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനത്തെ പരിപാടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോലീസ് അധികാരികൾ വന്നിട്ട് അവർ നിർദ്ദേശിച്ച പേരാണ് ഈ ഡയാനയുടെ പേര്. ദേവപ്രശ്നത്തിൽ പറഞ്ഞാണോ ഡയാനയുടെ പേര്? ദേവൻ എന്നാണ് ഈ SIയുടെ പേര്. അയാള് പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് പറഞ്ഞാണ് ഈ അതാണോ ദേവപ്രശ്നം? അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡയാനയുടെ ഡാൻസ് ആവുമ്പോ അധികം ആൾക്കാരൊന്നും വരില്ലല്ലോ. ഡയാനയും ഡയാനയുടെ പക്കമേളക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിലേ ഈ ഉത്സവത്തിന്റെ കൂടെ 2-3 സ്റ്റാൻഡപ്പ് കോമഡി കൂടി വെച്ചാൽ കൊള്ളാന്നുണ്ട്. നല്ലതാ. ഞാൻ എപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് അവസരം കിട്ടുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഈ ഇവിടെ ഇരുന്നിട്ടേ നല്ല സ്റ്റാൻഡപ്പ് കോമഡിക്കാരെ സെലക്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, അവിടെ അങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ഷാരടിക്കാൻ പരിപാടിയൊക്കെ തന്നിട്ടുള്ള ഒരാളാണ്. വന്ന വഴി മറക്കരുത്. അല്ല, ശരി, ഇരുന്നോളൂ. ആവശ്യം അലമ്പുണ്ടാക്കായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. നല്ല ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചോട്ടോ, സിനിമാറ്റിക് ഡാൻസ്. ഓക്കെ. പിന്നെ ഡയന മോൾ എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം. ഒരു അന്നദാനത്തിന്റെ ഉദ്ഘാടനം ഉണ്ട്, അന്നാരാജനെ ഒന്ന് ഏർപ്പാട് ചെയ്ത് തരണം. നിങ്ങളെ ഒരു പരിചയം ഉണ്ടാവുമല്ലോ.